Hi students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവേണിംഗ് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻസ്, കാവിറ്റേഷൻ ഓഫ് ടർബൈൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടർബൈൻസ്, റൺഅവേ സ്പീഡ്, സർജ് ടാങ്ക് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് ഗവേണിംഗ് ഓഫ് ടർബൈൻസ് നോക്കാം. ഈ ഗവേണിംഗ് ഓഫ് ടർബൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ട് കാണും സ്പീഡ് ഗവർണർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബസ്സിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗവർണർ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണ്. എന്തിനെ? സ്പീഡിന്. ബസ്സിലുള്ളത്. ബസ്സിൻ്റെ കേസിൽ നമ്മൾ സ്പീഡ് ഗവർണർ വെച്ചിരിക്കുന്നത് സ്പീഡിനെ ഗവേൺ ചെയ്യുക എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് വി ഹാവ് ടു റെഡ്യൂസ് ഓർ വി ഹാവ് ടു റെഗുലേറ്റ് ഓർ വി ഹാവ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദ ബസ്. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ടർബൈൻസിൻ്റെ കേസിലും വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ടർബൈൻ എന്ന് പറഞ്ഞ ഒരു പവർ ജനറേഷൻ യൂണിറ്റ് ആണ് അല്ലേ? ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഹൈഡ്രോളിക് എനർജിനെ ഒരു മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണു. ആ മെക്കാനിക്കൽ എനർജിനെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ ഷാഫ്റ്റിൽ നമ്മൾ ജനറേറ്ററിനെ കപ്പിൾ ചെയ്യുമ്പോൾ ആ ജനറേറ്ററിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടർബൈനകത്ത് വരുന്ന ലോഡിനനുസരിച്ച് ഇൻ ദ സെൻസ് നമുക്ക് ടർബൈനകത്ത് വന്ന് വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പല്ലറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഷാഫ്റ്റ് ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ പവർ വേരി കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ജനറേറ്ററിലുള്ള ലോഡും ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം, ഫ്ലക്ച്വേഷൻസ് വരാം, സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാം. അത് നമ്മൾക്ക് അത്ര നല്ലതല്ല. അങ്ങനെ വേരിയേഷൻസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹെവി ലോഡ് എടുക്കുന്ന സമയത്ത് സ്പീഡ് ടർബൈൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സ്പീഡിൽ നമുക്ക് റൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ലോഡും ജനറേറ്ററിൽ ലോഡ് എടുക്കാതിരിക്കുന്ന സമയത്താകുമ്പോൾ ടർബൈൻ നല്ല സ്പീഡിൽ റൺ ചെയ്യും. അങ്ങനെയും നമുക്ക് പാടില്ല. എപ്പോഴും എന്താണ്, വെദർ ലോഡ് ഹൈ ആണെങ്കിലും ലോഡ് ലോ ആണെങ്കിലും നമുക്കൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗവേണിംഗ് ഓഫ് ടർബൈൻസ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടെ ഗവേണിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ ആയതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ടർബൈൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യണത്. ഇപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ ടു ദ ടർബൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്ക് എന്താണ് ടർബൈൻ സ്പീഡായിട്ട് റൺ ചെയ്യുമോ സ്ലോ ആയിട്ട് റൺ ചെയ്യുമോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഗവേണിംഗ് ഓഫ് ടർബൈൻസ് ജനറലി നമ്മൾ ഇമ്പൾസ് ടർബൈനും ഉണ്ട്, റിയാക്ഷൻ ടർബൈനിലുമാണ് ഈ ഗവേണിംഗ് നടത്തുന്നത്. ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും എന്താണ്, പെൽട്ടൺ ടർബൈനാണ് എക്സാമ്പിൾ. അപ്പോൾ ഈ ഗവേണിംഗ് മെക്കാനിസത്തിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഓയിൽ പ്രഷർ ഗവർണറാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ ഫ്ലോ റേറ്റിനെ നമുക്ക് വാട്ടറിൻ്റെ ഫ്ലോ ടു ദ ടർബൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വേണ്ട മെയിൻ പാർട്സുകളാണ് സെർവോ മോട്ടർ എന്ന് പറയും. സെർവോ മോട്ടർ അതിനെ പറയുന്ന വേറെ പേരാണ് റിലേ സിലിണ്ടർ എന്ന് പറയും. ഓക്കെ, അതേപോലെ റിലേ വാൾവ് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ വാൾവ് എന്നും പറയും. ആക്ച്വേറ്റർ ഓർ ഫ്ലൈ ബോൾ ഗവർണർ എന്ന് പറയും. അതുപോലെ ഒരു ഓയിൽ സമ്പ് ഉണ്ടാവും, ദെൻ ഒരു ഓയിൽ പമ്പ് ഉണ്ടാവും. ഓയിൽ പമ്പ് ഡ്രിവൺ ചെയ്തിരിക്കുന്ന ബൈ ബെൽറ്റ് ആയിരിക്കും കണക്റ്റഡ് ടു ടർബൈൻ മെയിൻ ഷാഫ്റ്റ്. ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഓയിൽ പമ്പിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. ദെൻ അതിനെ ടർബൈൻ്റെ മെയിൻ ഷാഫ്റ്റായിട്ട് ഓയിൽ പമ്പിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ എ സിസ്റ്റം ഓഫ് ഓയിൽ സപ്ലൈ പൈപ്സ് കണക്റ്റിംഗ് ദ ഓയിൽ സമ്പ് വിത്ത് ദ റിലേ വാൾവ് ആൻഡ് ദ റിലേ വാൾവ് വിത്ത് ദ സെർവോ മോട്ടർ. സിസ്റ്റം ഓഫ് ഓയിൽ സപ്ലൈ പൈപ്സ് ഉണ്ടാവും, പൈപ്സ് ഉണ്ടാവും, കുറേ പൈപ്സ് ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ കണക്ഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഓയിൽ സമ്പും റിലേ വാൾവുമായിട്ടുള്ള കണക്ഷനും അതേപോലെ റിലേ വാൾവും സെർവോ മോട്ടറുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് പൈപ്സും ഉണ്ടാകും. അപ്പോൾ ഇത്രയും പാർട്സാണ് ഈ ഗവേണിംഗ് ഓഫ് ഇമ്പൾസ് ടർബൈനിൽ അല്ലെങ്കിൽ ഓയിൽ പ്രഷർ ഗവർണർ സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ചിത്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മളീ പറയുന്ന ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഫ്ലൈ ബോൾസ് എന്ന് പറയുന്നതാണിത്. ഇതാണ് നമ്മൾ ഗവർണർ എന്ന് പറഞ്ഞ സെറ്റപ്പ്. ഇതൊരു സെൻട്രിഫ്യൂഗൽ ഗവർണറാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്നതാണ് ബോൾസ്, ഫ്ലൈ ബോൾസ് എന്ന് പറയും. ഇത് കറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് കൺട്രോൾ ആവണം എന്നുള്ള കാര്യങ്ങൾ പറയണത്. അത് നേരെ കൊണ്ടുവന്ന് ഗവർണർ നേരെ താഴെ കൊണ്ടുവന്ന് സ്ലീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ലീവിൽ നിന്നൊരു റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റോഡിന് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു ഫൾക്രം കൊടുത്തിട്ടുണ്ട്. ആ റോഡ് നേരെ വരുന്നത് റിലേ ഓർ കൺട്രോൾ വാൾവാണ്. പറഞ്ഞിരുന്നല്ലോ റിലേ ഓർ കൺട്രോൾ വാൾവ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഈ സിസ്റ്റമാണിത്. ഈ കാണുന്നതാണ് എന്ത്, റിലേ ഓർ കൺട്രോൾ വാൾവ്. ഈ റിലേ ഓർ കൺട്രോൾ വാൾവിനകത്ത് നേരെ ഈ റോഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത് ഈ റിലേ ഓർ കൺട്രോൾ വാൾവിൽ ഇവിടെ വാൾവ്സ് ഉണ്ട്.
ഈ റിലേ ഒരു കൺട്രോൾ വാൾവിൽ ഓപ്പണിംഗ് ഉണ്ട്. നോക്കുക, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് ഓപ്പണിംഗ് 1 ആണ്, ഇത് ഓപ്പണിംഗ് 2 ആണ്. ഓക്കെ, ഈ ഓപ്പണിംഗ് 1ഉം ഈ ഓപ്പണിംഗ് 2 ആണ് ഇവിടെ നമ്മൾ സെർവോ മോട്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ സെർവോ മോട്ടറിലേക്കുള്ള സപ്ലൈ ആണ് ഈ 1ഉം 2ഉം ഓപ്പണിംഗ് വഴി പോവുക. അതേപോലെ ഈ റിലേ വാൾവിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, 3 ഓപ്പണിംഗ് ഉണ്ട്. ആ 3 ഓപ്പണിങ്ങിൽ ഇവിടെയാണ് ഓയിൽ ഈ റിലേ ഓർ കൺട്രോൾ വാൾവിൽ അകത്തോട്ട് വരിക. അപ്പോൾ ഇവിടെ ഓയിൽ സമ്പ് ഉണ്ട്. ഓയിൽ സമ്പിൽ നിന്ന് ഒരു ഓയിൽ പമ്പ് ഉണ്ട്. ഓയിൽ പമ്പ് ഉപയോഗിച്ചാണ് ഓയിൽ ഇതിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള ഓയിൽ റിട്ടേൺ വരാനുള്ള ലൈൻസാണ് ഇതും കാണിച്ചിട്ടുള്ളത്. അത് റിട്ടേൺ ടു ഓയിൽ സമ്പിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദെൻ ഈ റിലേ വാൾവ് അല്ലെങ്കിൽ ഈ കൺട്രോൾ വാൾവ് എന്നുള്ള കണക്ഷൻ 2 കണക്ഷനാണ്. ഒന്ന് ബോട്ടം സൈഡിലും കൊടുത്തു, ഒന്ന് ടോപ്പ് സൈഡിലും. ടോപ്പ് സൈഡ് ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ബോട്ടം സൈഡ് ഇവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ചെന്ന് നമ്മൾ സെർവോ മോട്ടറിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. സെർവോ മോട്ടർ അല്ലെങ്കിൽ റിലേ സിലിണ്ടർ എന്ന് പറയാം. ഇപ്പോൾ സെർവോ മോട്ടറിൻ്റെ ഒരു ലെഫ്റ്റ് എൻഡിലും കൊടുത്തിട്ടുണ്ട്, റൈറ്റ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ സെർവോ മോട്ടറിനകത്ത് ഒരു പിസ്റ്റൺ സെറ്റപ്പ് ഉണ്ട്, പിസ്റ്റൺ റോഡ് സെറ്റപ്പ് ഉണ്ട്. ഈ പിസ്റ്റൺ റോഡ് നേരെ ചെന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഏതാണ്? സ്പിയർ നോസിലേക്കാണ്. നമ്മളിവിടെ ഇമ്പൾസ് ടർബൈനാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പെൽട്ടൺ ടർബൈനാണ്. നമുക്കറിയാം പെൽട്ടൺ ടർബൈനിൽ ഇത് എന്താണ്? നോസിലാണ് അല്ലേ? ഇത് പെൻസ്റ്റോക്കാണ്. ഈ പെൻസ്റ്റോക്കിൻ്റെ എൻഡാണിത്. ഇവിടെ നോസിലാണ്. നോസിലിൻ്റെ ഈ അകത്ത് എന്തൊരു സ്പിയർ ഉണ്ട്. ഈ സ്പിയറിൽ മൂവിങ് ഫോർവേഡും ബാക്ക്വേർഡും അനുസരിച്ചിട്ടാണ് ഈ നോസിലിൻ്റെ ഔട്ടിലൂടെ എത്ര എമൗണ്ട് ഓഫ് വാട്ടറാണ് ഫ്ലോ ചെയ്യാൻ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ചിത്രം കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ സിമ്പിൾ ഇപ്പോൾ ഡോട്ടഡ് ലൈനും കണ്ടിന്യൂസ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ദെൻ ഇവിടെ ഈ കാണിക്കാൻ കണക്റ്റഡ് ടു ടർബൈൻ മെയിൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ടർബൈൻ ഉണ്ടാവും, ആ ടർബൈൻ്റെ മെയിൻ ഷാഫ്റ്റിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ ടർബൈനിൽ വരുന്ന ലോഡ് അനുസരിച്ചിട്ട് ഇവിടെ ഈ ഗവർണർ വർക്ക് ചെയ്യാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 കേസായിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കേസാണ് വെൻ ദ ലോഡ് ഓൺ ദ ജനറേറ്റർ ഡിക്രീസസ്. ജനറേറ്ററിലുള്ള ലോഡ് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളിവിടെ ടർബൈൻ ഉണ്ട്, ടർബൈൻ്റെ ഷാഫ്റ്റ് ഈ ഗവർണറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേ ഷാഫ്റ്റ് തന്നെയാണ് ജനറേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ജനറേറ്ററിലുള്ള ലോഡ് ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. ഡിക്രീസ് ചെയ്തിട്ടുണ്ട് ജനറേറ്ററിൽ നിന്ന് നമുക്ക് ലോഡ് എടുക്കണില്ല. ഇപ്പോൾ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ആ പവർ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. യൂസ് ചെയ്യാത്തടത്തോളം എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പവർ കൂടുതലായിരിക്കും. ഇപ്പോൾ ജനറേറ്റർ എന്താണ് ഹെവി ആയിട്ട് കറങ്ങും. ആ ഹെവി ആയിട്ട് കറങ്ങുമ്പോൾ ആ ജനറേറ്ററിൻ്റെ ഷാഫ്റ്റ് ടർബൈൻ്റെ മെയിൻ ഷാഫ്റ്റും കറങ്ങും. ആ ടർബൈൻ്റെ മെയിൻ ഷാഫ്റ്റ് നേരെ ഇവിടെ ഈ ഗവർണറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഷാഫ്റ്റ് നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ ഇവിടെ ഈ ഗവർണർ എന്താണ് നല്ല രീതിക്ക് കറങ്ങാൻ തുടങ്ങും. നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് ഈ ഫ്ലൈ ബാൾ എന്താണ് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്ലൈ ബോൾസ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോൾസ് എന്താണ് മേലോട്ട് പോകും. മേലോട്ട് പോകുമ്പോൾ ഈ ഗവർണറിൽ, അതായത് ഈ ആക്ച്വേറ്ററിൽ നമ്മളിവിടെ ഒരു സ്ലീവ് ഉണ്ട്. ആ സ്ലീവിൽ എന്താണ് റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീവും ഈ ഫ്ലൈ ബോൾസ് മേലോട്ട് പോകുന്തോറും ഈ സ്ലീവ് എന്താണ് മേലോട്ട് പോകുമ്പോൾ ഈ സ്ലീവിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റോഡ് ഉണ്ട്. ഈ റോഡ് എന്താണ് ഇവിടെ ഇങ്ങനെ മേലോട്ട് പോകും. ശരിയല്ലേ? ഈ റോഡ് ഇങ്ങനെ മേലോട്ട് പോകും. അങ്ങോട്ട് പോകുന്തോറും ഇവിടെ ഒരു ഫൾക്രം സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സൈഡിലുള്ള റോഡ് എന്താണ് താഴുമ്പോൾ ഇവിടെയുള്ള ഈ റോഡ് നേരെ താഴുകയാണ് ചെയ്യുന്നത്. താഴുമ്പോൾ നമ്മൾ റിലേ വാൾവ് അല്ലെങ്കിൽ കൺട്രോൾ വാൾവിനകത്താണുള്ളത്. ഈ കൺട്രോൾ വാൾവിനകത്ത് നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ക്ലോസ്ഡ് പൊസിഷനിലാണ്. എസ്പെഷ്യലി താഴത്തുള്ളത് ക്ലോസ്ഡ് പൊസിഷനിലാണ്. ഇത് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, ഇവിടെ ഓപ്പൺ ആവും, ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഓപ്പണിംഗ് 1 ക്ലോസ്ഡ് ആവും, ഓപ്പണിംഗ് 2 ഓപ്പൺ ആവുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി റിലേ വാൾവ് അല്ലെങ്കിൽ കൺട്രോൾ വാൾവിനകത്ത് എന്താണ് ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ പമ്പ് വഴി ഓയിൽ ഇതിനകത്ത് ഉണ്ടാവും. ഈ ഓയിൽ സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഫ്രം ദ ഓപ്പണിംഗ് 2ലൂടെ ഓയിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഫ്ലോ ചെയ്ത് നേരെ ഇവിടെ നമ്മൾ സെർവോ മോട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വന്ന് ഓയിൽ ഫില്ലാവുമ്പോൾ ഇവിടെ പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ എന്താണ് ഇവിടെ ഓയിൽ പ്രഷർ ആക്ട് ചെയ്യും. ഓയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നതനുസരിച്ച് പിസ്റ്റൺ സ്റ്റാർട്ട്സ് മൂവിങ് ഫോർവേഡ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യാൻ തുടങ്ങും. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റണിൽ ഇവിടെ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റോഡിൻ്റെ എൻഡിലാണ് സ്പിയർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പിയർ എന്താണ് മൂവിങ് ഫോർവേഡ് ആവും. സ്പിയർ ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെയുള്ള ഓപ്പണിംഗ് എന്താവും? ക്ലോസ് ചെയ്യും. അതായത് നമ്മൾ പെൻസ്റ്റോക്കിൻ്റെ ഔട്ടിലുള്ള നോസിലുള്ള ഓപ്പണിംഗ്, വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള ഓപ്പണിംഗ് എന്താണ്?
ക്ലോസ്ഡ് ആവുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് പോണ വാട്ടർ, ഇത് ജെറ്റ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ അല്ലേ, ജെറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ടു ദ ടർബൈൻ എന്താണ്, സ്റ്റോപ്പ് ആവുമ്പോൾ എന്താണ്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്ലോ ആവാൻ തുടങ്ങും. സ്ലോ ആവുമ്പോൾ അവിടെ ജനറേറ്ററിലുള്ള ലോഡ് എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറയാണ് ചെയ്യുക. ഓക്കെ, ഇതൊരു കേസ്. ജനറേറ്ററിലെ ലോഡ് ഇല്ലാതിരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഹെവി ആയിട്ട് ജനറേറ്റർ റൺ ചെയ്യുന്നുണ്ട് അല്ലേ. റൺ ചെയ്യുമ്പോൾ ആ ഹെവി ആയിട്ട് റൺ ചെയ്യണത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡാണിത്. ഇനി ഇതേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ലോഡ് ഓൺ ജനറേറ്റർ ഡിക്രീസസിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി അതേപോലെയാണ് വെൻ ദ ലോഡ് ഓൺ ജനറേറ്റർ ഇൻക്രീസസ്, ജനറേറ്ററിലെ ലോഡ് ഇൻക്രീസ് ചെയ്താലുള്ള കേസാണ്. അതായത് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ലോഡ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടർബൈനിന് പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്ത് ജനറേറ്ററിന് അതേപോലെ നമ്മൾ ആ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ ജനറേറ്റർ വീടുകളിലേക്കാണ് സപ്ലൈ കൊടുക്കണമെങ്കിൽ 10 വീടാണുള്ളതെങ്കിൽ 10 എന്നുള്ള 15 വീട്ടിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. പറയുമ്പോൾ ജനറേറ്ററിൽ ലോഡ് കൂടി അല്ലേ. അപ്പോൾ ജനറേറ്ററിലുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണേ, അപ്പോൾ ടർബൈൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കുറയുമ്പോൾ ഇതല്ലേ ടർബൈൻ്റെ ഷാഫ്റ്റ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കുറയുമ്പോൾ എന്താണ്, ഇവിടെ ഗവർണർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്താണ്, കുറയുമ്പോൾ ഒരു നോർമൽ സ്പീഡിൽ ഈ ബോൾസ് ഒരു ആവറേജ് ഹൈറ്റിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലും സ്പീഡ് കുറയുമ്പോൾ ഈ ബോൾസ് കറങ്ങണതിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഈ ബോൾ സ്റ്റാർട്ട്സ് കമ്മിങ് ഡൗൺവേർഡ്സ് അല്ലേ. ഈ ബോൾ എന്താണ്, താഴോട്ട് വരാൻ തുടങ്ങും. താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സ്ലീവ് ഉണ്ട്, സ്ലീവിനകത്ത് റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോൾ കറങ്ങി താഴോട്ട് വരുമ്പോൾ ഈ സ്ലീവ് എന്താണ്, താഴോട്ട് വരുമ്പോൾ ഇവിടെ റോഡ് ഉണ്ട്, റോഡ് സ്ലീവിൽ കണക്റ്റഡ് ആണ്. ഇവിടെ ഫൾക്രം സപ്പോർട്ട് ഉണ്ട്, ഈ ഫൾക്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് എന്താണ്, താഴോട്ട് വരും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഫൾക്രത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള റോഡ് എന്താണ്, മേലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മളെ കൺട്രോൾ വാൾവിനകത്തുള്ള ഈ പിസ്റ്റൺ ഉണ്ടല്ലോ, ഈ മൂവ് ചെയ്യുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, ഈ സ്ലൈഡ് പൂൾ എന്താണ്, മേലോട്ട് പോകുമ്പോൾ ഇവിടെ ഓൾറെഡി ഇതിന് മുൻപുള്ള പൊസിഷനിൽ ഇത് താഴെയായിരിക്കും കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓപ്പണിംഗ് 2 എന്താണ്, ഓപ്പണിംഗ് 2 ക്ലോസ് ആവും, ഓപ്പണിംഗ് 1 എന്താവും, ഓപ്പൺ ആവും. ഓപ്പണിംഗ് 2 ക്ലോസ് ആവും, ഓപ്പണിംഗ് 1 ഓപ്പൺ ആവും. കാരണം ഇത് മേലോട്ട് പോകുമ്പോൾ ഈ ഗ്യാപ്പ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് 1 റിലേ വാൾവിലുള്ള ഓപ്പണിംഗ് 1 ഓപ്പൺ ആവും. അറ്റ് ദ സെയിം ടൈം ഓപ്പണിംഗ് 2 ക്ലോസ് ആവും. അപ്പോൾ ഈ റിലേ വാൾവിനകത്തുള്ള ഓയിൽ ഓപ്പണിംഗ് 1 വഴി നേരെ നമ്മൾ സെർവോ മോട്ടറിലേക്ക് ചെല്ലുകയാണ്, അതായത് റിലേ സിലിണ്ടറിലേക്ക് ചെല്ലുകയാണ്. റിലേ സിലിണ്ടറിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഓയിൽ എത്തുമ്പോൾ അത് റിലേ സിലിണ്ടറിലുള്ള പിസ്റ്റണിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്താണ്, ബാക്കിലോട്ട് പോകും എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റണിൽ എന്താണ്, പിസ്റ്റൺ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പിസ്റ്റൺ റോഡിൻ്റെ എൻഡിലാണ് നമ്മൾ സ്പിയർ ഉള്ളത്. അപ്പോൾ സ്പിയർ എന്താണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള നോസിലിൻ്റെ ഓപ്പണിംഗ് ഇൻക്രീസ് ചെയ്യും. ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നോസിലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നോസിലിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഇൻക്രീസ്ഡ് ഏരിയയിലൂടെ എന്താണ്, പെൻസ്റ്റോക്കിൽ നിന്നുള്ള വാട്ടർ നമ്മൾ ടർബൈനിലേക്ക് ചെല്ലുകയാണ്. ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ചെന്ന് ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ടർബൈൻ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് സ്പീഡായിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ലോഡിലേക്ക് എന്ത് ചെയ്യാണ് ചെയ്യുക, റീച്ച് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവേണിംഗ് പറയണത്. അങ്ങനെ ഇതൊരു ബാലൻസ് ചെയ്ത് നമുക്ക് ഒരു ഇതിൻ്റെ അവിടെ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് ഇവിടെ ഫ്ലൈ ബാൾ റൊട്ടേറ്റ് ചെയ്യും. ഫ്ലൈ വാൾവ് മേലോട്ടും താഴോട്ടും പോകും. അതിനനുസരിച്ച് ഇവിടെയുള്ള നമ്മളെ റിലേ വാൾവിലുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് വേണ്ട ഓപ്പണിംഗ് ആയാലും ഓപ്പണിംഗ് 1 ഓപ്പണിംഗ് 2 ഏതാണോ റിക്വയർഡ് ആയിട്ടുള്ള അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സെറ്റപ്പിലൂടെ ഓപ്പണായി ഓയിൽ നമ്മൾ റിലേ സിലിണ്ടറിലേക്ക് എത്തിച്ച് കറക്റ്റായിട്ട് സ്പിയറിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്ത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ത് ചെയ്യും, ടർബൈനിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഈ ഗവർണറിൻ്റെ മെയിൻ പർപ്പസ്.
ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചിത്രം നമ്മൾ ഇമ്പൾസ് ടർബൈനുള്ളതാണ്. അതായത് ഇത് പെൽട്ടൺ ടർബൈൻ്റെ സെറ്റപ്പ് അല്ലേ, പെൽട്ടൺ ടർബൈൻ്റെ ഗവേണിംഗ് ഉള്ള സെറ്റപ്പാണ്. ഇനി ഇതേപോലെ തന്നെയാണ് ഇതൊക്കെ എക്സ്പ്ലനേഷനാണ്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് വായിക്കുക. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഗവേണിംഗ് ഓഫ് റിയാക്ഷൻ ടർബൈൻ രണ്ടും ചോദിക്കാം. ഇപ്പോൾ ഇമ്പൾസ് ടർബൈൻ ചോദിക്കാം, റിയാക്ഷൻ ടർബൈൻ ചോദിക്കാം. റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ എന്താണ് നമ്മൾ ജനറലി പറയുന്ന എക്സാമ്പിൾ എന്താണ്, ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ റിലേ സിലിണ്ടർ ആണ്. ഇതെല്ലാം കണക്ഷൻ, ഇപ്പുറത്തുള്ള കണക്ഷൻ എല്ലാം സെയിം തന്നെയാണ്, ഇമ്പൾസ് ടർബൈനിൽ ചെയ്ത കണക്ഷൻ തന്നെയാണ്. ഓൺലി തിങ് ഇവിടെ ഈ വരുന്ന വേരിയേഷനാണ്. ഇതെന്താണ്, നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫ്രാൻസിസ് ടർബൈൻ്റെ നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഈ വെയിൻസിനെ കൺട്രോൾ ചെയ്യും. റെഗുലേറ്റിംഗ് റോഡ് വെച്ചിട്ട് നമ്മളെ ഇവിടെയുള്ള ഈ ഗൈഡ് വെയിൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺട്രോൾ ചെയ്യണത് അല്ലേ. ഗൈഡ് വെയിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, ടർബൈനിൽ എന്തായിരുന്നു, ഗൈഡ് വെയിൻ ഉണ്ട് അല്ലേ. ഇത് ഫ്രാൻസിസ് ടർബൈൻ ആകുമ്പോൾ നമ്മളിങ്ങനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ഇമ്പല്ലർ ഉണ്ടാവും എന്ന് പറഞ്ഞു, ഇവിടെ ഇമ്പല്ലർ ഉണ്ടാവും. അപ്പോൾ ഇതിന് പുറത്തൊരു സെറ്റപ്പ് ഉണ്ടാവും. ഇവിടെയാണ് എന്ത്, ഗൈഡ് വെയിൻസ് ഉണ്ടാവുക. ഗൈഡ് വെയിൻസ് എന്താണ്, ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഈ ഗൈഡ് വെയിൻ റൊട്ടേറ്റ് ചെയ്യില്ല. ഈ ഗൈഡ് വെയിനെ നമ്മൾ വേരി ചെയ്തിട്ടാണ് ഇതിനകത്തേക്കുള്ള ഇമ്പല്ലറിലേക്ക് പോണ വാട്ടറിൻ്റെ ഫ്ലോ റേറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഈ ഗൈഡ് വെയിനെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക, ഗൈഡ് വെയിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക ബൈ യൂസിങ് എ ലിവർ മെക്കാനിസം. അതാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് അതാണ്. ഈ ഒരു റെഗുലേറ്റിംഗ് റോഡ് വെച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇതിലൂടെ ഓയിൽ സപ്ലൈ വരും. അതിനനുസരിച്ച് ഇതിനകത്ത് പൂള് റെസിപ്രൊക്കേറ്റ് ചെയ്യും. റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ റെഗുലേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ട്. ആ റെഗുലേറ്റിംഗ് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന മൂവ്മെൻ്റ് അനുസരിച്ച് ഇവിടെയുള്ള റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അങ്ങനെ ഈ വെയിൻസിന്, ഗൈഡ് വെയിൻസിന് എന്താണ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ ഫ്ലോ റേറ്റ് എന്ത് ചെയ്യാണ്, ടർബൈൻ്റെ ഇമ്പല്ലറിലേക്ക് പോകുന്ന ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സ്പീഡ് റെഗുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഗവേണിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറയാനുള്ളത്. ഗൈഡ് വെയിൻ്റെ ഓപ്പണിങ്ങിനും ക്ലോസിനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ഗവേണിങ് മെക്കാനിസം ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് പെൻഡുലം ഗവർണറാണ്. ഇവിടെ ഫ്ലൈ ബോൾസ് ഉണ്ട്, സ്ലീവ് ഉണ്ട്. ഇവിടെ ടർബൈൻ്റെ മെയിൻ ഷാഫ്റ്റ് സ്ലീവിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ ഓയിൽ സമ്പ് ഉണ്ട്. ഓയിൽ സമ്പിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെ റിലേ അല്ലെങ്കിൽ കൺട്രോൾ വാൾവിലേക്ക്, ഒരു കൺട്രോൾ വാൾവിൽ നിന്ന് റിലേ സിലിണ്ടർ ഉണ്ട്. അതായത് നമ്മളെ സെർവോ മോട്ടർ ഉണ്ട്. സെർവോ മോട്ടറിലേക്ക് 2 കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഈ സെർവോ മോട്ടറിൽ നിന്നുള്ള ഈ കണക്ഷൻ നേരെ നമ്മളിവിടെ റെഗുലേറ്റിംഗ് ലിവറിലാണ് ഇട്ടത്. റെഗുലേറ്റിംഗ് ലിവറിൽ 2 റെഗുലേറ്റിംഗ് റോഡ് ഉണ്ട്. ആ റെഗുലേറ്റിംഗ് റോഡ് നേരെ നമ്മൾ ടർബൈനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ടർബൈനിൽ ഇവിടെ ഗൈഡ് വെയിൻസ് ഉണ്ട്. ഗൈഡ് വെയിൻസിൻ്റെ ഫ്ലോ നമ്മൾ ഓപ്പണിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് ഇതിനകത്ത് വരുന്ന ഫ്ലോവിനനുസരിച്ച് ചെയ്യും. ഓക്കെ, ഇതാണ് വർക്കിംഗ് ഓഫ് ഗവേണിംഗ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ ടർബൈൻ. ഇപ്പോൾ ഇമ്പൾസ് ടർബൈനിൽ കഴിഞ്ഞു, റിയാക്ഷൻ ടർബൈൻ പറഞ്ഞു. ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രം വരച്ചിട്ട് ഓൺവേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കമ്പോണൻസും നമുക്ക് എന്താണ്, ഇമ്പൾസ് ടർബൈനിൽ ഗവേണിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പോണൻസും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്സെപ്റ്റ് റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ നമ്മളവിടെ റെഗുലേറ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ട് ഒഴികെ, ഈ ഒരു പാർട്ട് ഒഴികെ ബാക്കി എല്ലാം ഇത്രയും ടേംസ് എന്താണ് നമ്മൾ ഇമ്പൾസ് ടർബൈനിൽ യൂസ് ചെയ്തത് തന്നെയാണ് ഇവിടെ റിയാക്ഷൻ ടർബൈനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗവേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളതാണ് ക്യാവിറ്റേഷൻ ഓഫ് എ ടർബൈൻ. ക്യാവിറ്റേഷൻ എന്നുള്ള കേസെല്ലാം നമ്മൾ മെക്കാനിക്സ് ഫ്ലൂയിഡിൽ പറഞ്ഞു തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഫോർമേഷൻ, ഗ്രോത്ത് ആൻഡ് കൊളാപ്സ് ഓഫ് വേപ്പർ ബബിൾസ് ഇൻ എ ഫ്ലോയിങ് ലിക്വിഡ് ഡ്യൂ ടു ഫോൾ ഇൻ ഫ്ലൂയിഡ് പ്രഷർ ഈസ് കോൾഡ് ക്യാവിറ്റേഷൻ അല്ലേ. അതായത് വേപ്പർ ബബിൾസ് കൊളാപ്സ് ചെയ്യുകയാണ് അല്ലേ. ഫ്ലോയിങ് ലിക്വിഡിൽ ഉണ്ടാവുന്ന വേപ്പർ ബബിൾസ് കൊളാപ്സ് ചെയ്യണം. കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇതിനെയാണ് എന്ത്, ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ഫ്ലോ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ ഫ്ലോ ഫീൽഡ് ഡ്രോപ്സ് ബിലോ വേപ്പർ പ്രഷറിനേക്കാളും താഴോട്ട് പ്രഷർ ചെല്ലുകയാണെങ്കിൽ ആ താഴ്ന്ന പ്രഷർ ലിക്വിഡിലൂടെ ക്യാരി ചെയ്യണു, അത് മുന്നോട്ട് പോകണു. അങ്ങനെ ലിക്വിഡ് സ്റ്റാർട്ട്സ് ബോയിൽ ചെയ്യാണ് ഈവൻ ഇൻ ദ നോർമൽ ടെമ്പറേച്ചർ. അങ്ങനെ അവിടെ വേപ്പർ ബബിൾസ് ഫോം ചെയ്യാണ്. അങ്ങനെ ആ വേപ്പർ ബബിൾസ് ഫോം ചെയ്ത ആ ബബിൾസ് നമ്മൾ ക്യാരി ചെയ്ത് ഫ്ലോൻ്റെ കൂടെ അത് ക്യാരി ചെയ്ത് പോവാണ്. എന്നിട്ട് അത് ഹൈ പ്രഷർ റീജിയനിലെത്തിയിട്ട് അത് അവിടെ വെച്ചിട്ട് സഡനായിട്ട് ഈ വേപ്പർ ബബിൾസ് എന്ത് ചെയ്യാണ്, കൊളാപ്സ് ചെയ്യാണ്. ആ കൊളാപ്സ് ചെയ്യണതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ആ കൊളാപ്സ് ചെയ്ത സ്ഥലത്തുള്ള അഡ്ജോയിനിങ് സർഫസ് ഉണ്ടല്ലോ, അഡ്ജോയിനിങ്
സർഫസസിൽ ഈ ലിക്വിഡ് എന്താണ് ഒരു ഗ്രേറ്റ് വെലോസിറ്റിയിലായിരിക്കും അവിടെ ആക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഫിൽ ദ ക്യാവിറ്റി, അവിടെ ഒരു ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ബൈ ദ കൊളീഷൻ ഓഫ് വേപ്പർ ബബിൾസ് കോസിങ് എ സീരീസ് ഓഫ് വയലൻറ്റ് ഇറഗുലർ ഷോക്ക് വേവ്സ്. അതായത് ഈ വേപ്പർ ബബിൾസിൻ്റെ കൊളീഷൻ്റെ ഭാഗമായിട്ട് ഇറഗുലറായിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു ഷോക്ക് വേവ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഷോക്ക് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് നിയർ ബൈ സർഫസിൽ എന്താണ് ഇറോഷൻ ഉണ്ടാവും, അവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്യും. അതിനെയാണ് ഈ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദ മെറ്റാലിക് സർഫസസ് എബോവ് വിച്ച് ദ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് ഈ സബ്ജക്റ്റഡ് ടു ദീസ് ഹൈ പ്രഷർ. ഈ ഫ്ലോ വാട്ടർ ഒഴുകിയല്ലോ വേപ്പർ ബബിൾസിനെ ക്യാരി ചെയ്ത് പോയ ആ ഏരിയ ഉണ്ടല്ലോ, മെറ്റാലിക് സർഫസ് ഉണ്ടല്ലോ, അവിടെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അഫ്കോഴ്സ് എവിടെ വെച്ചാണ് ഇത് പൊട്ടുന്നത്, അപ്പോൾ അവിടെ ഉണ്ടായ മെറ്റാലിക് സർഫസ് എന്താണ്, അവിടെയാണ് ഈ ക്യാവിറ്റേഷൻ ഉണ്ടാവുക. ഈ പിറ്റിംഗ് ആക്ഷൻ ഉണ്ടായിട്ട് അവിടുത്തെ സർഫസ് ഇറോഡഡ് ആയിട്ട് പോവും. ഓക്കെ, അപ്പോൾ ദസ് ക്യാവിറ്റീസ് ആർ ഫോംഡ് ഓൺ ദ മെറ്റാലിക് സർഫസ് ആൻഡ് ആൾസോ കൺസിഡറബിൾ നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആർ പ്രൊഡ്യൂസ്ഡ്. അവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്യും, അതോടൊപ്പം തന്നെ നോയ്സും വൈബ്രേഷനും എല്ലാം ഫോം ചെയ്യും ആ മെറ്റാലിക് സർഫസിൽ. അപ്പോൾ ഇതാണ് ക്യാവിറ്റേഷൻ എന്നുള്ളത്. എങ്ങനെ ഇനി ക്യാവിറ്റേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിക്വേഷൻ എങ്ങനെ എടുക്കാം ക്യാവിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പ്രിക്വേഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ 2 പോയിൻ്റാണ് മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ഓഫ് ദ flowing liquid in any part of the hydraulic system should not be allowed to fall below its vapor pressure. നമ്മളൊരു ഹൈഡ്രോളിക് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടർബൈനാണ്, പമ്പാണ്, കാര്യങ്ങളൊക്കെയാണ് ഹൈഡ്രോളിക് സിസ്റ്റം. ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ലിക്വിഡ് ഒഴുകണ പാർട്ടിൽ ഭാഗത്ത് എവിടെയും തന്നെ എന്താണ് ഒരിക്കലും ഈ അലോ ചെയ്യരുത്. നമ്മൾ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫോൾ ബിലോ ഇറ്റ്സ് വേപ്പർ പ്രഷർ. ലിക്വിഡിനെ വേപ്പർ പ്രഷറിൻ്റെ താഴേക്ക് പോവാനായിട്ട് നമ്മൾ അലോ ചെയ്യരുത്. ഓക്കെ, ടു ഫോൾ ബിലോ വേപ്പർ പ്രഷർ, ഫ്ലോയിങ് ലിക്വിഡിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷറിൻ്റെ താഴേക്ക് ആവാൻ നമ്മൾ അലോ ചെയ്യരുത്. അപ്പോൾ ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഫ്ലോ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ നമുക്കൊരു പരിധി വരെ ഈ ക്യാവിറ്റേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെറ്റീരിയൽസ് ഓർ കോട്ടിംഗ്സ് സച്ച് ആസ് അലുമിനിയം, ബ്രോൺസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വിച്ച് ആർ ക്യാവിറ്റേഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. ക്യാവിറ്റേഷനെ റെസിസ്റ്റ് ചെയ്യണ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യും. ഇപ്പോൾ പൈപ്പ് ലൈനിലേക്കാണ് ഒഴുകണത്, അല്ലെങ്കിൽ ടർബൈൻ ആയതുകൊണ്ട് ടർബൈൻ്റെ ഇമ്പല്ലറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇമ്പല്ലറും കാര്യങ്ങളിലൊക്കെയാണ് ഈ കൂടുതലായിട്ട് ഈ ക്യാവിറ്റേഷൻ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാവിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യണ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ സ്പെഷ്യൽ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അതായത് അലുമിനിയം, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന ക്യാവിറ്റേഷൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എവിടെയാണോ ക്യാവിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആ സ്ഥലത്തുള്ള റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതാണ് 2 പോയിൻ്റ് പ്രിക്വേഷൻ പറഞ്ഞത്. ഇനി എഫക്റ്റാണ്, ക്യാവിറ്റേഷൻ കൊണ്ടുണ്ടാവുന്ന എഫക്റ്റാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്താണ് മെറ്റാലിക് സർഫസ് ആർ ഡാമേജ് ആൻഡ് ക്യാവിറ്റീസ് ആർ ഫോംഡ് ഓൺ ദ സർഫസ്. വേപ്പർ ബബിൾസ് അവിടെ ബേസ്റ്റ് ആകുമ്പോൾ അവിടെ ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ ഈ വേപ്പർ ബബിൾ ഒഴുകിയത് ആ ഭാഗത്തുള്ള മെറ്റാലിക് സർഫസ് എന്ത് ഇറോഡഡ് ആവുമെന്ന് പറഞ്ഞു. അതാണ് അപ്പോൾ അവിടെ ഡാമേജ് സംഭവിക്കാം, മെറ്റാലിക് സർഫസിന് ഡാമേജ് സംഭവിക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു സഡൻ കൊളാപ്സ് ഓഫ് വേപ്പർ ബബിൾ കൺസിഡറബിൾ നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആർ പ്രൊഡ്യൂസ്ഡ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സഡൻ ആയിട്ട് കൊളാപ്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു നോയ്സ് ഉണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സിസ്റ്റം ആണ് അല്ലെങ്കിൽ പൈപ്പാണെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും, നോയ്സും പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു എഫക്റ്റാണ് ക്യാവിറ്റേഷൻ്റെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ ഡിക്രീസസ് ഡ്യൂ ടു ക്യാവിറ്റേഷൻ. ക്യാവിറ്റേഷൻ്റെ ഭാഗമായിട്ട് ടർബൈൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. അഫ്കോഴ്സ് അങ്ങനെയാണല്ലോ, കാരണം ഇറോഡഡ് ആയിപ്പോയി, അവിടെ ക്യാവിറ്റീസ് ഫോം ചെയ്തു, പ്രോപ്പറായിട്ട് ടർബൈന് വർക്ക് ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുണ്ടാവില്ല. അങ്ങനെ എഫിഷ്യൻസി എന്താവും, ഡ്രോപ്പ് ആവും. ഇനി ഡ്യൂ ടു പിറ്റിംഗ് ആക്ഷൻ ഓഫ് ദ സർഫസ് ഓഫ് ദ ടർബൈൻ ബ്ലേഡ്സ് ബിക്കംസ് റഫ് ആൻഡ് ഫോഴ്സ് എക്സെട്ര ബൈ വാട്ടർ ഓൺ ദ ടർബൈൻ ബ്ലേഡ്സ് ഡിക്രീസസ്. ഹെൻസ് ദ വർക്ക് ഡൺ ബൈ ദ വാട്ടർ ഓർ ഔട്ട്പുട്ട് ഹോഴ്സ് പവർ ബിക്കംസ് ലെസ് ആൻഡ് ദസ് ദ എഫിഷ്യൻസി ഡിക്രീസസ്. എങ്ങനെയാണ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. ഓക്കെ, ഇനി അതുപോലെ ഹൈഡ്രോളിക് മെഷീൻസ് സബ്ജക്റ്റഡ് ടു ക്യാവിറ്റേഷൻ. ഹൈഡ്രോളിക് മെഷീൻ ക്യാവിറ്റേഷന് വിധേയമാവണ ഏതൊക്കെ മെഷീൻസ് ആണെന്നാണ് അല്ലേ. അത് ഓഫ്കോഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ടർബൈനാണ് പഠിക്കുന്നത്. ടർബൈനിലാണ് എന്തുണ്ടാവുക, ക്യാവിറ്റേഷൻ ഉണ്ടാവുക. ഈ ടർബൈനിൽ തന്നെ എടുത്തു പറയുന്നതാണ് റിയാക്ഷൻ ടർബൈനിലാണ് ക്യാവിറ്റേഷൻ ഉണ്ടാവുന്നത്. കാരണം റിയാക്ഷൻ ടർബൈനിലാണ് എന്തുകൊണ്ട് ക്യാവിറ്റേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ്റെ പ്രത്യേകത എന്താണ്, ബോത്ത് പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്, ശരിയല്ല. അപ്പോൾ അവിടെ പ്രഷർ എനർജി ഉണ്ട്. അതുകൊണ്ട് ഈ ഇമ്പല്ലറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പ്രഷർ എന്താണ്
എന്താണ് നെഗറ്റീവ് പ്രഷറാണ് കിട്ടുക. അതായത് നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേപ്പർ പ്രഷർ ആവാം, ലോ പ്രഷറാണ് വരുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെയാണ് ഈ റിയാക്ഷൻ ടർബൈനിലാണ് എന്ത് ക്യാവിറ്റേഷൻ ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇമ്പൾസ് ടർബൈനിൽ ഇല്ല. ദ എനർജി അവൈലബിൾ ഓൺലി ദ കൈനറ്റിക് എനർജിയാണ്. അതുകൊണ്ട് അവിടെ ഇമ്പൾസ് ടർബൈനിൽ എന്താണ് ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യില്ല. അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ്, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുമ്പോൾ പമ്പും ടർബൈനും കംപ്രസറൊക്കെ വരുന്നതാണ്. അതിൽ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ എന്താണ് ക്യാവിറ്റേഷൻ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണ് ഒരു റിയാക്ഷൻ ടർബൈൻ തന്നെ പറയാം. ഓപ്പോസിറ്റ് ഓഫ് നമ്മളെ ഇൻവേർട്ട് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് എവിടെയൊക്കെയാണ് ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ക്യാവിറ്റേഷൻ ഫാക്ടർ ഫോർ റിയാക്ഷൻ ടർബൈൻ പറഞ്ഞല്ലോ. ഇപ്പോൾ റിയാക്ഷൻ ടർബൈനിലാണ് ഈ ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യുക. അപ്പോൾ അതിനൊരു ക്യാവിറ്റേഷൻ ഫാക്ടർ ഉണ്ട്. അതിനെയാണ് ഈ തോമസ് ക്യാവിറ്റേഷൻ ഫാക്ടർ എന്ന് പറയും. സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. സിഗ്മ ഈക്വൽ ടു HB മൈനസ് HS/H എന്ന് പറയും. HB എന്ന് പറഞ്ഞാൽ HATM മൈനസ് HV എന്ന് എഴുതാം, മൈനസ് HS/H. HB എന്ന് പറഞ്ഞാൽ ബാരോമെട്രിക് പ്രഷർ ഹെഡ് ഇൻ മീറ്റർ ഓഫ് വാട്ടർ. മീറ്റർ ഓഫ് വാട്ടറിലുള്ള ബാരോമെട്രിക് പ്രഷറിനെയാണ് HB എന്ന് പറഞ്ഞാൽ. HATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ഇൻ മീറ്റർ ഓഫ് വാട്ടർ ആണ്. HV എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഹെഡ് ഇൻ മീറ്റർ ഓഫ് വാട്ടർ ആണ്. HS എന്ന് പറഞ്ഞാൽ സക്ഷൻ പ്രഷർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ഇൻ മീറ്റർ ഓഫ് വാട്ടർ ആണ്. അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ടർബൈൻ റണ്ണർ എബോവ് ദ ടെയിൽ വാട്ടർ സർഫസ് എന്ന് പറയാം. H എന്ന് പറഞ്ഞാൽ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാവിറ്റേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. എത്രയായിരിക്കും ക്യാവിറ്റേഷൻ ഉണ്ടാവുക ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ക്യാവിറ്റേഷനെ കുറിച്ച് കാര്യങ്ങൾ. ഇനി അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടർബൈനിലുള്ളൊരു ഇതാണ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് എ ഹൈഡ്രോളിക് ടർബൈൻ. ഹൈഡ്രോളിക് ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. യൂണിറ്റ് സ്പീഡും ഈ മോഡൽ അനാലിസിസ് സ്പെസിഫിക് സ്പീഡും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ടർബൈൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് കർവ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ടർബൈനിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു കർവ് വരച്ചിട്ടാണ് നമ്മൾ എന്താണ് ടർബൈൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാബ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ്സ് പ്രീവിയസ് സെമസ്റ്ററിലെല്ലാം ചെയ്തിട്ടുണ്ടാകും. അവിടെ എല്ലാം നമ്മൾ ലാബിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാറുണ്ട് അല്ലേ. ആ ഗ്രാഫിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ ഒരു മെഷീൻ്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കർവ്സിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് which the exact behavior and performance of the turbine under different working conditions can be known. These curves are plotted from the results of the test performed on the turbine under different working conditions. Different working conditionൽ നമ്മൾ ടർബൈനിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ് പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് വിച്ച് ആർ വാല്യൂ ഡ്യൂറിങ് ടെസ്റ്റ് ഓൺ എ ടർബൈൻ. ടർബൈൻ്റെ ടെസ്റ്റിൽ ടർബൈൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, പവർ ഉണ്ട്, ഓവറാൾ എഫിഷ്യൻസി ഉണ്ട്, ഗേറ്റ് ഓപ്പണിംഗ് ഉണ്ട്. ഗേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൈഡ് വെയിൻ ഓപ്പൺ ചെയ്യണില്ലേ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ, അതാണ് ഗേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ 6 പാരാമീറ്റേഴ്സാണ് പറഞ്ഞത്. ഈ 6 പാരാമീറ്ററിൽ 3 പാരാമീറ്ററായ സ്പീഡ്, ഹെഡ്, ഡിസ്ചാർജ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്ററാണ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് 3 ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് 1 ഓഫ് ദ പാരാമീറ്റർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അതായത് സ്പീഡ്, ഹെഡ്, ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ആണെന്ന് പറഞ്ഞു. ഈ 3 പാരാമീറ്ററിൽ ഒരു പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. സേ ഇപ്പോൾ H കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കണം. ആൻഡ് ദ വേരിയേഷൻ ഓഫ് ദ അതർ 4 പാരാമീറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു എനി വൺ ഓഫ് ദ റിമൈനിങ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ പ്ലോട്ടഡ് ആൻഡ് വേരിയസ് കർവ്സ് ആർ ഒബ്റ്റെയിൻഡ്. അപ്പോൾ 3 ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ഉണ്ട്. അതിലൊന്ന് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു, ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ബാക്കി 2 വേരി ചെയ്യണു. എന്നിട്ട് റിമൈനിങ് 4 പാരാമീറ്ററും കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കർവ്സ് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ 3 തരത്തിലാണ് ഈ ക്യാരക്ടറിസ്റ്റിക് കർവ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ളത് ഒന്നാമത്തെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് കോൺസ്റ്റൻറ്റ് ഹെഡ് കർവ് എന്ന് പറയും. അതായത് ഹെഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വരയ്ക്കുന്നത്. രണ്ടാമത്തെയാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് കർവ് എന്ന് പറയും. അതായത് സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യണു, കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. മൂന്നാമത്തെയാണ് മെഷൽ കർവ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ് എന്ന് പറഞ്ഞു. എഫിഷ്യൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓർ കോൺസ്റ്റൻറ്റ് ഹെഡ് കർവ്സ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഹെഡ് കർവ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബൈ മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ഹെഡ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഗേറ്റ് ഓപ്പണിംഗ് ആണ്. അതായത് കോൺസ്റ്റൻറ്റ് ഹെഡാണ്. ഹെഡ് നമുക്ക് ടർബൈനിലേക്ക് വരുന്ന ഹെഡ് ഉണ്ടല്ലോ, നെറ്റ് ഹെഡ് ഉണ്ടല്ലോ, H ഉണ്ടല്ലോ, അത് നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ടർബൈനിലേക്കുള്ള ഗേറ്റ് ഓപ്പണിങ്ങിനും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വരയ്ക്കണ ഒരു കർവാണ് എന്ത്, മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൽ സ്പീഡ് ഓഫ് ദ ടർബൈൻ നമ്മൾ വേരി ചെയ്യും ബൈ ചേഞ്ചിങ് ലോഡ് ഓൺ ദ ടർബൈൻ. ടർബൈനിലുള്ള ലോഡിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം,
ജനറേറ്ററിൽ വരുമല്ലോ, ജനറേറ്ററിൽ വരുന്ന ലോഡിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്താണ് സ്പീഡിനെ ചേഞ്ച് ചെയ്യാം ഫോർ ഈച്ച് വാല്യൂ ഓഫ് ദ സ്പീഡ്. അങ്ങനെ സ്പീഡിന് ഓരോ സ്പീഡ് നമ്മൾ എടുക്കും, ഓരോ സ്പീഡിനും നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ടുള്ള പവർ, ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ ദ ഓവറാൾ എഫിഷ്യൻസി ഫോർ ഈച്ച് വാല്യൂ ഓഫ് ദ സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് സ്പീഡ് വേരി ചെയ്യണു, എന്നിട്ട് ഓരോ കറസ്പോണ്ടിങ് സ്പീഡിനായിട്ടുള്ള പവർ, ഡിസ്ചാർജ് നമുക്ക് കിട്ടും. ദെൻ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഓവറാൾ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സ്പീഡിൻ്റെ വാല്യൂ വെച്ചിട്ട് ഓവറാൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യും. ഫ്രം ദീസ് റീഡിങ്സ് ദ വാല്യൂസ് ഓഫ് യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് പവർ, യൂണിറ്റ് ഡിസ്ചാർജ് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റീഡിങ്സ് വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് പവർ, യൂണിറ്റ് ഡിസ്ചാർജ് ഡിറ്റർമിൻ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഡിറ്റർമിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണിത്. ഇത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സിൽ തന്നെ ഇതിപ്പോൾ പെൽട്ടൺ വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്സാണ് കാണിച്ചിട്ടുള്ളത്. പറഞ്ഞല്ലോ, ഇപ്പോൾ യൂണിറ്റ് ഡിസ്ചാർജ്, യൂണിറ്റ് സ്പീഡ്, അതുപോലെ യൂണിറ്റ് പവർ, യൂണിറ്റ് സ്പീഡ്, എഫിഷ്യൻസി, യൂണിറ്റ് സ്പീഡ്. അതായത് എക്സ് ആക്സിസിൽ എപ്പോഴും യൂണിറ്റ് സ്പീഡായിരിക്കും, വൈ ആക്സിസിൽ ഡിസ്ചാർജ്, പവർ, എഫിഷ്യൻസി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഹെച്ച് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു, കാരണം അത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവാണ്, നമ്മൾ ഹെഡ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് സ്പീഡ് വേഴ്സസ് യൂണിറ്റ് ഡിസ്ചാർജ് നോക്കുമ്പോൾ ആദ്യം ഇത് GO എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഹാഫ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ക്വാർട്ടർ പോർഷനാണ് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്വാർട്ടർ പോർഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതാണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കിട്ടുന്ന നമുക്ക് സ്പീഡ് എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യണു, എക്സ് ആക്സിസ് നോട്ട് ചെയ്യണു. അപ്പോൾ ആ സ്പീഡിലുള്ള ഡിസ്ചാർജ് എത്രയും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത്, ഈ കർവ് എന്ന് മനസ്സിലാക്കുന്നത്, സ്പീഡും ഡിസ്ചാർജും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒറ്റൊരു ലീനിയർ ആയിട്ടാണ് എന്ത്, ഒരു കോൺസ്റ്റൻ്റ് ഇതിലാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എന്ത് നമുക്ക് വേരി ചെയ്യണം. ഇപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്ചാർജ് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സ്പീഡ് എത്ര തന്നെ ആയിക്കോട്ടെ, അത് ഗേറ്റ് ഓപ്പണിങ്ങിന് ഡിപ്പെൻഡ് ആയിട്ട്, ഇപ്പോൾ ഹാഫാണ്, ക്വാർട്ടറാണ് ഓപ്പണിങ്ങിൽ, ആ ഒരു ക്വാർട്ടർ ഓപ്പണിങ്ങിൽ തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഡിസ്ചാർജ് ഉണ്ടാവുക. അതുപോലെ ഹാഫ് ആണെങ്കിൽ ആ ഹാഫിൽ ഉണ്ടാവും. ഹൊറിസോണ്ടലായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ് കിട്ടുന്നത്. ഇനി അതേപോലെ സ്പീഡ് വേഴ്സസ് പവർ കർവ് എടുക്കുകയാണ്. സ്പീഡ് വേഴ്സസ് പവർ കർവ് എടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് ഹെഡ് ക്യാരക്ടറിസ്റ്റിക്കിൽ ഇപ്പോൾ ആദ്യം ഇത് ഗേറ്റ് ഓപ്പണിംഗ് ക്വാർട്ടർ മാത്രമാണ്, ഇത് ഒരു ഓപ്പണിങ്ങിലുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ആദ്യം 0 സ്പീഡ് ഉണ്ടാകുമ്പോൾ പവർ ഉണ്ടാവുമോ, അവിടെ ഉണ്ടാവില്ല അല്ലേ, ഒരു പവറും ഉണ്ടാവില്ല. 0 സ്പീഡാണ്, ടർബൈൻ കറങ്ങണില്ല, അപ്പോൾ അവിടെ ടർബൈൻ പോലെ പവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ എന്താണ്, 0-ൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സ്പീഡ് ജസ്റ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്താണ്, പവർ എന്താണ്, ഗ്രാജുവലി കൂടി വരും, കൂടി വന്നു. ദെൻ സ്പീഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മാക്സിമം പവറാണ് അച്ചീവ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്, പക്ഷെ എന്ത് ചെയ്യണു, പവർ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു മാക്സിമം ഒരു പീക്ക് പോയിന്റ് ഉണ്ട്. ഓക്കെ, മാക്സിമം പവർ കിട്ടാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, പവർ എന്താണ്, ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുക. ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വണ്ടിയുടെ കേസ് ഒന്ന് എടുത്താൽ മതി. വണ്ടിക്ക് കിട്ടുന്ന എഫിഷ്യൻസി അല്ലേ, നമ്മൾക്ക് സ്പീഡ് കൂടുമ്പോൾ എക്കണോമിക് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ 45 to 50 ആണ് എക്കണോമിക് റേഞ്ച് എങ്കിൽ 45 to 50 നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല മൈലേജ് ആയിരിക്കും എന്ന് പറയും അല്ലേ. നേരെ മറിച്ച് എബോവ് 50 ആണ് പോകുന്നത്, ഇപ്പോൾ 60-70 പോകണമെങ്കിൽ നമുക്ക് അതേ മൈലേജ് കിട്ടും ഇല്ല. എന്താണ്, വണ്ടിയുടെ പെർഫോമൻസ് ഇൻ ദ സെൻസ് മൈലേജ് ഡ്രോപ്പ് ആവും. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ പവർ നമുക്ക് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ സ്പീഡ് വരെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള പവർ കിട്ടില്ല, പവർ ഡ്രോപ്സ് ടു 0-ലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ തന്നെയാണ് എക്സാമ്പിൾ നമുക്ക് സ്പീഡും എഫിഷ്യൻസി വെച്ചിട്ട് പറയാനുള്ളത്. ഇതിലിപ്പോൾ ഇത് 1/4 ഓപ്പണിംഗ് ആണ്, അതുപോലെ ഹാഫ് 3/4 ഫുൾ ഗേറ്റ് ഓപ്പണിംഗ് ഉള്ള കർവ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ സ്പീഡ് എഫിഷ്യൻസിയിൽ എനിക്കിവിടെ പറഞ്ഞ പവറായിട്ട് കമ്പയർ ചെയ്ത് അതേ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ 0 സ്പീഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എഫിഷ്യൻസി ഉണ്ടാവില്ല. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് അല്ലേ. അപ്പോൾ എഫിഷ്യൻസി 0 ആയിരിക്കും. ദെൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന തോറും എന്താണ്, എഫിഷ്യൻസി ഗ്രാജുവലി ഇമ്പ്രൂവ് ആവും. ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തുമ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. ദെൻ വീണ്ടും ഫർദറായിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എഫിഷ്യൻസി എന്താവണം, ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അത് ആ മൈലേജിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ്, എക്സാമ്പിൾ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ പെൽട്ടൺ ടർബൈൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവാണ് പറഞ്ഞത്. ഇത് പെൽട്ടൺ ടർബൈൻ്റെ കേസിലുള്ള കർവാണ് അല്ലേ. ഇനി അതേപോലെ തന്നെയാണ് ഇവിടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ റിയാക്ഷൻ ടർബൈനിലുള്ള മെയിൻ ക്യാരക്ടറിസ്റ്റിക് ആണ് കോൺസ്റ്റന്റ് ഹെഡിലുള്ള. ഇപ്പോൾ റിയാക്ഷൻ ടർബൈനിൽ എന്താ ഡിഫറൻസ് നോക്കുക, സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ലൈൻ അല്ല കിട്ടുന്നത്, അതൊരു ചെറിയ സ്ലൈറ്റ് ടിൽറ്റ് ചെയ്തിട്ടാണ്, സ്റ്റീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് കാരണം ഇത് റിയാക്ഷൻ ടർബൈനാണ്, ഇമ്പല്ലർ ഉണ്ട്, ഏരിയ ഓഫ് ഫ്ലോ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്ചാർജ് എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇപ്പോൾ പെൽട്ടൺ ടർബൈൻ ആയതുകൊണ്ട് ഇമ്പൾസ് ടർബൈൻ വന്നിട്ട് ഡയറക്റ്റ് ഒരു ഫ്ലോ സെർട്ടൻ ജെറ്റ് ഓഫ് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ചാർജാണ് നമുക്ക് വരുന്നത്. ബട്ട് റിയാക്ഷൻ ടർബൈനിൽ ആ ഡിസ്ചാർജ് ചെറുതായിട്ട് വേരി ചെയ്യും. അതാണ് ഇവിടെ
സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിസ്ചാർജിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് റിയാക്ഷൻ ടർബൈനിൽ തന്നെ ഇവിടെ ഇപ്പോൾ കപ്ലാൻ്റെയും ഫ്രാൻസിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. കപ്ലാൻ്റെയാണ് ഒരു സ്റ്റീപ്പ് റൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്രാൻസിസ് ടർബൈൻ്റെ ആണെങ്കിൽ ഡിസ്ചാർജിൻ്റെ അളവൊന്ന് ചെറുതായിട്ട് താഴേക്ക് സ്റ്റീപ്പ് ഡൗൺ ആണ് ആയിട്ടുള്ളത്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതേപോലെ യൂണിറ്റ് സ്പീഡ് വേഴ്സസ് യൂണിറ്റ് പവറാണ് നമ്മളെ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ. അത് പവറിൻ്റെ കേസിൽ നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. 0 സ്പീഡ് ഉണ്ടാകുമ്പോൾ പവർ എന്തായിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫർദറായിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മാക്സിമം പവർ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, പവർ ഡൗൺ ആവുകയാണ് ചെയ്യുക. അതേ കേസ് തന്നെയാണ് എഫിഷ്യൻസിയുടെ കേസിൽ. ഇനീഷ്യലി സ്പീഡ് 0 ആകുമ്പോൾ എഫിഷ്യൻസി 0 ആയിരിക്കും. ദെൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തുമ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്യും. അത് കഴിഞ്ഞ് എന്താണ്, ഡ്രോപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് പറയുന്നത്. അത് കോൺസ്റ്റൻറ്റ് ഹെഡ് കർവാണ്. ഹെഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഡിഫറെൻറ്റ് സ്പീഡ്സ് നമ്മൾ നോട്ട് ചെയ്യണം. ആ സ്പീഡിൻ്റെ ഭാഗമായിട്ടുള്ള പവറും ഡിസ്ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ട അതർ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇനി അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് വൺ ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓർ കോൺസ്റ്റൻറ്റ് സ്പീഡ് കർവ്സ്. ടർബൈനിലെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് കർവ് എന്ന് പറയും. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് പ്ലോട്ട് ചെയ്യുന്നത് വെൻ ദ സ്പീഡ് ഓൺ ദ ടർബൈൻ ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവിൽ ഹെഡിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് വെച്ച് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നമ്മൾ സ്പീഡാണ് എന്ത്, കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് ടർബൈൻ ദ ഹെഡ് ഈസ് ജനറലി കോൺസ്റ്റൻറ്റ്. സാധാരണയായിട്ട് ടർബൈൻ്റെ കേസിൽ ഹെഡ് ജനറലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് ഇവിടെ സ്പീഡാണ്. ഫോർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറലി ടർബൈനിൽ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്കിൽ നമ്മൾ ഹെഡിന് പുറമെ എന്താണ്, സ്പീഡും കൂടി കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ ഫോർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് സ്പീഡ് ആൻഡ് ഹെച്ച് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് ഹെൻസ് വേരിയേഷൻ ഓഫ് പവർ ആൻഡ് എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു ഡിസ്ചാർജ് ആർ പ്ലോട്ടഡ്. അപ്പോൾ സ്പീഡും ഹെഡും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പവറിലും എഫിഷ്യൻസിയിലും വരുന്ന വേരിയേഷൻ ഡിസ്ചാർജിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പവർ ആൻഡ് എഫിഷ്യൻസി കർവ്സ് വിൽ ബി സ്ലൈറ്റ്ലി അവേ ഫ്രം ദ ഒറിജിൻ ഓഫ് ദ എക്സ് ആക്സിസ് ആസ് ടു ഓവർകം ഇനീഷ്യൽ ഫ്രിക്ഷൻ സെർട്ടൻ എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് വിൽ ബി റിക്വയർഡ്. അതായത് ഇനീഷ്യലായിട്ട് ഒരു ടർബൈൻ റൺ ചെയ്യുമ്പോൾ ഇനീഷ്യലായിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഇനീഷ്യൽ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് സെർട്ടൻ എനർജി ആവശ്യമാണ്, സെർട്ടൻ ഡിസ്ചാർജ് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പവറും എഫിഷ്യൻസി കർവും എക്സ് ആക്സിസ് ഒറിജിനൽ തന്നെ കിട്ടില്ല, അവേ ഫ്രം എക്സ് ആക്സിസ് ആയിരിക്കും കിട്ടുമെന്ന് പറയുന്നത്. അത് നമുക്ക് ഈ കർവ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. ഇത് വൈ ആക്സിസിൽ എഫിഷ്യൻസിയും പവർ എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഡിസ്ചാർജ് എടുത്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഹെഡും സ്പീഡും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എഫിഷ്യൻസിയൊക്കെ നമ്മൾ പ്രീവിയസ് കേസ് നോക്കിയതൊക്കെ ഇവിടെ ഒറിജിൻ എന്നാണ്, എക്സ് ആക്സിൽ നിന്ന് ഒറിജിൻ എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഒറിജിനിൽ നിന്ന് കിട്ടില്ല. കാരണം ഒരു സ്ലൈറ്റ് ഡിസ്റ്റൻസ് എവേ എന്നാണ് വരിക എന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഫോർ ഓവർകമ്മിങ് ഫ്രിക്ഷനാണ്. ഇപ്പോൾ ഡിസ്ചാർജ് അല്ലേ, ആദ്യം നമുക്കൊരു സെർട്ടൻ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ആണ് ടർബൈനിലേക്ക് കൊടുക്കണമെങ്കിൽ അപ്പം തന്നെ നമുക്കവിടെ ആ ഡിസ്ചാർജ് കൊണ്ട് ടർബൈൻ റൺ ചെയ്തിട്ട് അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യില്ല, പവറും എഫിഷ്യൻസി പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ടർബൈനിലുള്ള ഒരു ഇനീഷ്യൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഇനീഷ്യൽ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇനീഷ്യലുള്ള ഡിസ്ചാർജ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് ഈസ് യൂസിങ് ഫോർ ഓവർകമ്മിങ് ദ ഫ്രിക്ഷൻ ഇൻസൈഡ് ദ ടർബൈൻ. അതിന് ശേഷമാണ് എന്ത്, നമുക്ക് ഇവിടെ എഫിഷ്യൻസി പവറും കിട്ടുക. അതാണ് ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ലൈറ്റ്ലി അവേ ഫ്രം ദ എക്സ് ആക്സിസ് ആയിരിക്കും നമുക്ക് എന്ത് ഈ കർവ് കിട്ടുക. ദെൻ അത് കഴിഞ്ഞ് ആ ഒരു ഫ്രിക്ഷൻ ഓവർകം ചെയ്യുന്നതിന് ശേഷം ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്, പവർ ഇൻക്രീസ് ചെയ്ത് പോകും. ഇവിടെ ലീനിയർ ആയിട്ട് തന്നെ പോകണം. അത് മാക്സിമം ഡിസ്ചാർജ് വരെ മാക്സിമം പവർ കിട്ടും. അത് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുക. അതുപോലെ എഫിഷ്യൻസിൻ്റെ കേസ് ആകുമ്പോൾ എന്താണ്, ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ മാക്സിമം ഡിസ്ചാർജ് വരെ ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. അത് കഴിഞ്ഞ് ഫർദറായിട്ട് ഇൻക്രീസ് ചെയ്ത് എന്താണ്, എഫിഷ്യൻസി കർവ് ഡൗൺ ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓർ കോൺസ്റ്റൻറ്റ് സ്പീഡ് കർവ്സ് ഓഫ് എ ടർബൈൻ. ഇനി ഫൈനൽ വൺ ആണ് കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ് ഓർ മെഷിൽ കർവ് ഓർ ഐസോ എഫിഷ്യൻസി കർവ് എന്ന് പറയും. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ കർവ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫ്രം ദ സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി ആൻഡ് സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ്സ് ഫോർ ഡിഫറെൻറ്റ് ഗേറ്റ് ഓപ്പണിംഗ് ആണ്. ഗേറ്റ് ഓപ്പണിങ്ങിന് രണ്ട് കർവ് നമ്മൾ എടുക്കുകയാണ്. അതായത് സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജും അതേപോലെ ഇവിടെ സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി കർവ് നമ്മൾ എന്ത് ചെയ്യാണ്,
കൺസിഡർ ചെയ്തിട്ട് ഈ സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി കർവ് നമ്മൾ ഡിഫറെൻറ്റ് ഗേറ്റ് ഓപ്പണിങ്ങിനാണ്, അതായത് കാൽ ഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം, ഫുൾ ഓപ്പണിങ്, അത് ഇപ്പോൾ 4 കർവ്സും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കർവ് വരച്ചാലും മതി. ഇതിപ്പോൾ സേ 0.25 എടുത്തു ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ്, അതുപോലെ ഇവിടെ 0.25 ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് ഞാനൊരു ഇതല്ലേ എഫിഷ്യൻസി, കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി അല്ല. അപ്പോൾ എഫിഷ്യൻസി വേഴ്സസ് സ്പീഡ് കർവിൽ ഞാൻ ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ 0.2 ഇവിടെ എഫിഷ്യൻസി 20% ആണെന്നിരിക്കട്ടെ, 20% ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ 0.25 ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ, ഈ കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ടച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇവിടെ ഇത് ലോവർ സൈഡ് അല്ലേ, അതുപോലെ ഇവിടെ ഹയർ സൈഡ്, ഇവിടെ റൈറ്റ് സൈഡാണ്, ഇവിടെ ഫോൾ സൈഡാണ്. റൈറ്റ് സൈഡിൽ ഒരേ പോയിന്റിൽ തന്നെ കിട്ടും, ഫോൾ സൈഡിൽ എനിക്ക് ഒരേ പോയിന്റ് തന്നെ കിട്ടി. 20% ഇവിടെ 20% ആയിരിക്കും, ഇവിടെ 20% ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മേലോട്ട് ലൈൻ വരച്ചു. ഏതുവരെ? ഇവിടെ 0.25 ഗേറ്റ് ഓപ്പണിംഗ് അല്ലേ, അവിടെ വരച്ചു. അവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് വരച്ചു, ഇവിടെ നിന്ന് മേലോട്ട് വരച്ചു, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ചാർജ് സ്പീഡിൽ നമ്മൾ അത് പ്ലോട്ട് ചെയ്യുകയാണ്. ഇനി അതേപോലെ ഇത് 0.25 കിട്ടിയ ഓപ്പണിംഗ് ആണ്. ഇനി അതേപോലെ ഇവിടെ 0.5 ഉണ്ടാവും. 0.5 ഇതേപോലെ ഞാൻ ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ 20% വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോന്ന് പ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ട് അത് ഇവിടെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഈ കർവ് കിട്ടുക. ഓക്കെ, അതായത് ഇങ്ങനെ 2 എണ്ണം വരച്ചിട്ടുണ്ടാവും. ഇവിടെ ഇനീഷ്യലി ഉള്ളത് ഇവിടെ ഇപ്പോൾ 20% വരച്ചു. ഇനി അതേപോലെ ഇവിടെ ഇപ്പോൾ എനിക്കിത് ഈ ഒരു കർവാണെന്നിരിക്കട്ടെ, ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പണിങ്ങിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടി, ഇവിടെ നിന്ന് വരച്ചു, അത് ഈ 0.25 അതേപോലെ ഇവിടെ നിന്ന് വരച്ചു, ഇവിടെ കിട്ടി. ഇനി അതേപോലെ ഇവിടെ ഞാൻ വേറെ കർവ് വരച്ചിട്ടുണ്ടാവും, അതിലും എനിക്കിവിടെ ഈ 20% കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്, അതെനിക്കിവിടെ കിട്ടി. അതേപോലെ ഇവിടെ നിന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ കിട്ടി. ഇപ്പോൾ ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. ഈ പോയിൻറ്റ്സ് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഈ പോയിൻറ്റ്സ് കണക്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന കർവാണ് എന്ത് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത്ര ഇത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡും എഫിഷ്യൻസി വേഴ്സസ് സ്പീഡും തമ്മിലുള്ള കർവിനെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ആണ് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കാണ് റണ്ണവേ സ്പീഡ് ഓഫ് എ ടർബൈൻ. റണ്ണവേ സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് പറഞ്ഞാൽ, ഫോർ എ ടർബൈൻ വർക്കിംഗ് അണ്ടർ മാക്സിമം ഹെഡ് ആൻഡ് ഫുൾ ഗേറ്റ് ഓപ്പണിംഗ്, ഇഫ് ദ external load suddenly drops to almost zero value and at the same time the governing mechanism of the turbine also fails, then the turbine runner will tend to raise up and it will attain the maximum possible speed. Runaway speed എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡാണ്, ടർബൈൻ്റെ വർക്ക് ചെയ്യണ മാക്സിമം സ്പീഡാണ്. അങ്ങനെ ഒരു മാക്സിമം സ്പീഡിലേക്ക് എത്തുകയാണെങ്കിൽ മാക്സിമം ഹെഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, മാക്സിമം ഹെഡ് മാക്സിമം ഫുൾ ഗേറ്റ് ഓപ്പണിങ്ങിലും ഒരു ടർബൈൻ വർക്ക് ചെയ്യുമ്പോഴാണ് ലോഡ് സഡനായിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഗവേണിംഗ് സിസ്റ്റം വരെ എന്താണ് ഫെയിലായി പോവാം. ഓക്കെ, ഗവേണിംഗ് സിസ്റ്റം ഫെയിലായി പോവാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടർബൈൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റണ്ണവേ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം മാക്സിമം സെറ്റ് ചെയ്യാൻ. അതാണ് ഇവിടെ പറയുന്നത്. കാരണം ആ റണ്ണവേ സ്പീഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഫെയിൽ ആവുകയാണ്. മാക്സിമം ഹെഡും കിട്ടി, മാക്സിമം ഗേറ്റ് ഓപ്പണിങ്ങിൽ അത്രയും വലിയൊരു ഹെവി ആയിട്ട് ടർബൈൻ റൺ ആവുകയാണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ്സ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ്, ഒരു റണ്ണവേ സ്പീഡിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. സോ ദിസ് മാക്സിമം ഓർ ലിമിറ്റിംഗ് സ്പീഡ് ഓഫ് എ ടർബൈൻ റണ്ണർ ഈസ് നോൺ ആസ് റണ്ണവേ സ്പീഡ്. ഓക്കെ, obviously for safe design the various rotating components are designed for the runaway speed. ഇപ്പോൾ സേഫ് ഡിസൈന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ വേരിയസ് റൊട്ടേറ്റിംഗ് കമ്പോണൻസ് ഒക്കെ എന്താണ് റണ്ണവേ സ്പീഡിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഫോർ പെൽട്ടൺ വീലിൻ്റെ കേസിൽ റണ്ണവേ സ്പീഡ് നോർമലി റേഞ്ചസ് ഫ്രം 1.8 to 1.9 ടൈംസ് ദ നോർമൽ സ്പീഡ്. ഇപ്പോൾ പെൽട്ടൺ വീൽ നോർമലി റൺ ചെയ്യുന്ന സ്പീഡ് എത്രയാണോ ആ നോർമലി റൺ ചെയ്യുന്ന സ്പീഡിനേക്കാളും 1.8 to 1.9 ടൈംസ് ആയിരിക്കും എന്ത് പെൽട്ടൺ വീലിൻ്റെ റണ്ണവേ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെൽട്ടൺ ടർബൈൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ നോർമൽ റൺ ചെയ്യേണ്ട സ്പീഡ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനേക്കാളും ഒരു ഓൾമോസ്റ്റ് 2 ടൈംസ് സ്പീഡായിരിക്കും അതിൻ്റെ റണ്ണവേ സ്പീഡ് ഉണ്ടാവുക. ആ റണ്ണവേ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാലും ടർബൈൻ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്തായിരിക്കും സേഫ് ഡിസൈൻ ഉൾക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതേപോലെ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ 2 to 2.2 ടൈംസ് ദ നോർമൽ സ്പീഡായിരിക്കും ഉണ്ടാവുക. അതുപോലെ കപ്ലാൻ്റെ കേസിൽ 2.5 to 3 ടൈംസ് നോർമൽ സ്പീഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് റണ്ണവേ സ്പീഡ്. റണ്ണവേ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫോർ എ ടർബൈൻ വർക്കിംഗ് അണ്ടർ മാക്സിമം ഹെഡ് ആൻഡ് ഫുൾ ഗേറ്റ് ഓപ്പണിംഗ് ഇഫ് ദ എക്സ്റ്റേണൽ ലോഡ് സഡൻലി ഡ്രോപ്സ് ടു ഓൾമോസ്റ്റ് സീറോ വാല്യൂ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഗവേണിംഗ് മെക്കാനിസം ഓഫ് ദ ടർബൈൻ ഓൾസോ ഫെയിൽസ്, then the turbine runner will tend to raise up and it will attain maximum possible speed. This maximum or limiting speed of the turbine runner is known as റണ്ണവേ സ്പീഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് സിസ്റ്റം പോവാണ്, ഗവേണിംഗ് മെക്കാനിസം ഫെയിലായി,
എല്ലാം ഹൈ സ്പീഡിൽ റൺ ചെയ്യാണ്. ആ ഹൈ സ്പീഡിനെയാണ് എന്ത് റൺ അവേ സ്പീഡ് എന്ന് പറയുക. ആ സ്പീഡിനെയാണ് മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് സ്പീഡ് ഓഫ് ദ ടർബൈൻ എന്നും കൂടി പറയാം. ഓക്കെ, അതിൻ്റെ ഡിസൈൻ പാരാമീറ്റർ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വയ്ക്കുക റൺ അവേ സ്പീഡിൻ്റെ. ഇനി അതേപോലെയാണ് അടുത്തതാണ് സർജ് ടാങ്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സർജ് ടാങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് പെൻ സ്റ്റോക്കിൽ സഡനായിട്ട് നമ്മൾ പെൻ സ്റ്റോക്ക് നമ്മൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യാണ്. ടർബൈനിലേക്കുള്ള സപ്ലൈനെ സഡനായിട്ട് വാൾ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെൻ സ്റ്റോക്കിലൂടെ വരുന്ന ഫ്ലോ ചെയ്ത് ടർബൈനിലേക്ക് ഫ്ലോ ചെയ്തിരിക്കുന്ന വാട്ടറിനെ സഡനായി സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ വാട്ടർ സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ബാക്ക്വേർഡിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈ പ്രഷറാണ് ബാക്കിലേക്ക് ഫ്ലോ ചെയ്യുക. ഹൈ പ്രഷർ കൊണ്ട് അവിടെ ഹൈ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഹാമറിങ് ആക്ഷൻ ഉണ്ടാകും. അതിനാണ് ഈ വാട്ടർ ഹാമർ എന്ന് പറയുക. ആ വാട്ടർ ഹാമർ കൊണ്ട് തന്നെ പെൻ സ്റ്റോക്ക് ബേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ബേസ്റ്റ് ഒക്കർ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗവർണറിൻ്റെ കേസ് പറയുന്നുണ്ട്. ആസ് ഇൻഡിക്കേറ്റർ ഏരിയ വെൻ ദ ലോഡ് ഓൺ ദ ജനറേറ്റർ ഡിക്രീസസ് ദ ഗവർണർ റിഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ റണ്ണർ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് അല്ലേ. ഗവർണറിൽ ഇപ്പോൾ ലോഡ് കുറയുന്നതനുസരിച്ച് അവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റണ്ണറിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ശരിയല്ല, കാരണം സ്പിയർ മുന്നോട്ട് പോയി നിർത്തി ഫ്ലോ അവിടെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തടസ്സപ്പെടുത്തുമ്പോൾ ഈ പെൻ സ്റ്റോക്കിനകത്ത് വരുന്ന വെള്ളം എന്താ ചെയ്യുക? പെൻ സ്റ്റോക്കിൽ എന്താണ് സഡനായിട്ട് വാട്ടർ ബാക്കിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ്. So, but the sudden reduction of the rate of flow in the penstock may lead to setting up of water hammer ന് കാരണമാകും in the pipe, which may cause excessive inertia pressure in the pipeline, due to which the pipe may burst. For this, device such as surge tank or forebay are usually employed. Surge tank or forebay നമ്മളവിടെ കെട്ടിയിട്ടുണ്ടാവണം. ഇപ്പോൾ ഈ ഫോർബേ എന്ന് പറയുന്നത് ചെറിയ പെൻ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ഫോർബേ യൂസ് ചെയ്യുക. ഹെവി സൈസിലാണെങ്കിൽ നമ്മൾ എന്താണ് സർജ് ടാങ്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, സർജ് ടാങ്ക് ആർ എംപ്ലോയ്ഡ് ഇൻ കേസ് ഓഫ് ഹൈ ആൻഡ് മീഡിയം ഹെഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് വെർ പെൻ സ്റ്റോക്ക് ഈസ് വെരി ലോങ്. പെൻ സ്റ്റോക്ക് കൂടുതൽ ലെങ്തി ആയിട്ടുള്ളവയും ഹൈ ഹെഡും മീഡിയം ഹെഡ് യൂസ് ചെയ്യണം. ഇവിടെ ഫോർബേസ് സ്യൂട്ടബിളി മീഡിയം ആൻഡ് ലോ ഹെഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് പെൻ സ്റ്റോക്ക് ചെറുതായിട്ടുള്ള അടുത്തായിരിക്കും നമ്മൾ ഈ ഫോർബേസ് യൂസ് ചെയ്യുക. അപ്പം മെയിൻലി നമ്മൾ സർജ് ടാങ്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ഒരു സിസ്റ്റം കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ റിസർവോയർ ഡാമാണ്. ഡാം ഒന്ന് കണക്ട് ചെയ്തിട്ടുള്ള പെൻ സ്റ്റോക്കാണ്. പെൻ സ്റ്റോക്ക് ഇവിടെ ഇപ്പോൾ റിയാക്ഷൻ ടർബൈനെ കാണിച്ചിട്ട് ടർബൈനിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഇങ്ങനെ ബാക്കോട്ട് ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു ഹൈ പ്രഷർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഹാമറിങ് ആക്ഷൻ ഉണ്ടാവും, ഷോക്ക് വേവ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ആ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർജ് ടാങ്ക്. അപ്പോൾ ഈ സർജ് ടാങ്കിൽ വന്ന് വാട്ടർ ഓക്യുപ്പൈ ചെയ്യുമ്പോൾ ആ ഒരു വാട്ടർ ഹാമറിങ് ആക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു ആക്സിഡൻറ്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്മൂത്തായിട്ട് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർജ് ടാങ്കാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ 2 സെക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ടർബൈൻസിൻ്റെ പെൻഡിങ് ആയാലും സ്പെസിഫിക് സ്പീഡ്, ക്യാരക്ടറിസ്റ്റിക് കർവ്സ് കാര്യങ്ങളൊക്കെ, ഡ്രാഫ്റ്റ് ട്യൂബും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ ടർബൈൻസിൻ്റെ ഏരിയ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പാണ് നോക്കുക. ഓക്കെ, താങ്ക് യു.